ചെറിയൊരു ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ബോർഡാണ്. ഈ ആംപ്ലിഫയർ ബോർഡ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് നമുക്കിത് നോക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. 5 വോൾട്ട് ഓരോ സ്പീക്കറിൽ, അതായത് ഓരോ വാട്ട്സിലും 3 വാട്ട്സ് വെച്ചാണ് പറയുന്നത്. ഒരു ലെഫ്റ്റ് ചാനൽ 3 വാട്ട്സ്, റൈറ്റ് ചാനൽ 3 വാട്ട്സ്. ഇൻപുട്ട് ലെഫ്റ്റ്, റൈറ്റ്. ഔട്ട്പുട്ട് ലെഫ്റ്റ് സ്പീക്കറിൻ്റെ മൈനസ് പ്ലസ്, റൈറ്റ് സ്പീക്കറിൻ്റെ പ്ലസ് മൈനസ്. ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് 5 വോൾട്ടേജാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 5 വോൾട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. 5 വോൾട്ട് നമുക്ക് ഇതിലേക്ക് വണ്ടിയുടെ വയർ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻപുട്ടും ലെഫ്റ്റും റൈറ്റും വയറുകൾ സോൾഡർ ചെയ്യാം, ഔട്ട്പുട്ടും വയറുകൾ സോൾഡർ ചെയ്യാം. ആദ്യം തന്നെ 2 വയർ, അതായത് ഈ ചോപ്പും ബ്ലാക്കും എടുത്തിരിക്കുന്നത് സപ്ലൈ കൊടുക്കാനുള്ള വയറാണ്, 5 വോൾട്ട് കൊടുക്കാനുള്ള വയർ. അത് അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. നെഗറ്റീവ് വയർ ന്യൂട്രലായിട്ടും മൈനസായിട്ടും ഈ ചോപ്പ് വയർ പ്ലസ് ആയിട്ടും സെലക്ട് ചെയ്യുക. ഇത് സോളാറിൽ നിന്ന് വരുന്ന 12 വോൾട്ടേജാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോളാറിൻ്റെ വോൾട്ടേജാണ് വരുന്നത്. സോളാർ പാനലിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്ന് റെഗുലേറ്റ് ചെയ്ത് വരുന്ന വോൾട്ടേജാണ് ഞാൻ കാണിച്ചു തരാം. ഇത് വരുന്ന നമ്മളത് പറഞ്ഞ പോലെ തന്നെ 12 വോൾട്ടിൽ നിന്ന് റെഗുലേറ്റ് ചെയ്ത് 5 വോൾട്ട് റെഗുലേറ്റിംഗ് ഉപയോഗിച്ചിട്ട് 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ വർക്കിംഗ് വോൾട്ടേജ് 5 വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം 5 വോൾട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൻ്റെ അറവിട്ട് ഐസിയിൽ വരുന്ന മൾട്ടിമീറ്ററിൻ്റെ പ്ലസ് വയറിലേക്ക് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് 5 വോൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 5 വോൾട്ട് നമ്മുടെ ബോർഡിലേക്ക് കണക്ട് ചെയ്യണം. ആ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ 5 വോൾട്ടിൻ്റെ ആ വരുന്ന വോൾട്ടേജ് പ്ലസ് ബോർഡിൻ്റെ പ്ലസ്സിലേക്ക് ബോർഡിൻ്റെ മൈനസിലേക്ക് കണക്ട് ചെയ്യണം. ആ പ്ലസ് വയർ റെഡ് വയറാണ് പ്ലസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ ബ്ലാക്ക് വയർ നെഗറ്റീവായിട്ടും കൊടുക്കുക. അതിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ 2 സ്പീക്കറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെടുത്തിരിക്കുന്ന ഏകദേശം ഒരു ചെറിയ 2 വൂഫറാണ്. ആ 2 വൂഫർ ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും, ലെഫ്റ്റ് വരുന്ന ഔട്ട്, ലെഫ്റ്റ് ഔട്ട് വരുന്നതിലേക്ക് കണക്ട് ചെയ്യുക. റൈറ്റ് ഔട്ട് വരുന്ന സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുക. അതിന് പ്ലസും മൈനസും മാർക്ക് ചെയ്തിട്ട് പ്ലസും മൈനസും അതിലേക്ക് തന്നെ കൊടുക്കുക. ആ ചാനലും ഇതുപോലെ തന്നെ പ്ലസും മൈനസും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യുക. ചെറിയ വൂഫറാണ്, അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ കിട്ടുന്ന രീതി തന്നെയാണ് നല്ല ഈ ബോർഡ് ആംപ്ലിഫയർ ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കണം. ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതിൻ്റെ വേണമെങ്കിലും നമുക്ക് ആംബിയൻ ഏത് വേണമെങ്കിലും കൊടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സപ്ലൈ കൊടുക്കണം. 5 വോൾട്ട് സപ്ലൈ ബോർഡിലേക്ക് കൊടുത്തു, പ്ലസ് കണക്ട് ചെയ്തു, മൈനസും കണക്ട് ചെയ്തു. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഓൾറെഡി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് വേറെ സിഗ്നലൊന്നും കൊടുത്തെങ്കിൽ കൂടിയേ നമുക്ക് അല്ലാതെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി അതിൻ്റെ ഇൻപുട്ട് വരുന്ന ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഗ്രൗണ്ട് വരുന്ന ഇൻപുട്ട് വരുന്ന സ്ഥലത്ത് നമ്മുടെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ തന്നെ ചെറിയൊരു ആംപ്ലിഫൈ സൗണ്ട് നമ്മുടെ സ്പീക്കറിൽ കേൾക്കാൻ പറ്റും, ആ ഊഫറിൽ കേൾക്കാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് ആമ്പ് വർക്ക് ചെയ്യുന്നതൊന്ന് ചെക്ക് ചെയ്യാൻ കൂടി പറ്റും. ലെഫ്റ്റ് ചാനൽ നോക്കുക, അപ്പോൾ നമുക്കൊരു ചെറിയൊരു രീതിയിലൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മുടെ കൈ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു സൗണ്ട് ഉണ്ട്, ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, ആ ആമ്പിൽ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തെ ചാനലും ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ആമ്പ് ബൂസ്റ്റ് ചെയ്യുന്നൊരു സൗണ്ട്, ആംപ്ലിഫൈ ചെയ്യുന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ തന്നെ ആംപ്ലിഫൈ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വഴി കൊടുക്കേണ്ട ഇത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫോണിൽ നിന്നുള്ള ഇൻപുട്ടും നമുക്ക് അതിലേക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫോണിൽ നിന്നുള്ള ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോണിൽ നിന്ന് ഇൻപുട്ട് നമ്മൾ അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്ത് ഇതിൻ്റെ ബോക്സിൽ നമുക്ക് കേൾക്കാം. വളരെ നല്ല